ഉമർ ഖത്താബും അദ്ദേഹത്തിൻ്റെ അയൽവാസിയായ അൻസാരിയും റളിയല്ലാഹു അൻഹുമ. ഉമർ ഖത്താബ് മുഹാജിറാണ്, അയൽവാസി അൻസാരിയാണ്. അവർ രണ്ടുപേരും കൂടെ പരസ്പരം ഒരു ധാരണയുണ്ടാക്കി അവർ തമ്മിൽ ഒരു ഊഴം സ്വീകരിക്കുമായിരുന്നു. കുന്നാ നതനാവബു നുസൂല അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫയൻസിലു യൗമൻ വഅൻസിലു യൗമൻ. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി ഉദ്ധരിച്ച ഹദീസാണ്. ഞാനും എൻ്റെ അയൽവാസി സഹോദരനും കൂടെ ഊഴം മാറി മാറി സ്വീകരിക്കുമായിരുന്നു നബിയുടെ മുമ്പിലേക്ക് പോകാൻ. ഒരു ദിവസം ഞാൻ ചെല്ലും, ഒരു ദിവസം അദ്ദേഹം ചെല്ലും. രണ്ടാക്കും എന്നും നബിയുടെ മുന്നിൽ നിൽക്കാൻ പറ്റില്ല. എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ നടക്കണം, ജോലിക്ക് പോകണം, വരുമാനം വേണം. അതുകൊണ്ട് അവർ തമ്മിൽ ഒരു ധാരണ. ഒരു ദിവസം ഉമർ ഖത്താബ് നബിയുടെ കൂടെ പോകുന്നു. അന്ന് അയൽവാസി ജോലിക്ക് പോകുന്നു. ഇത് രണ്ടാളെ വീട്ടിലേക്കുമുള്ള ഭക്ഷണപദാർത്ഥങ്ങൾ ആ അയൽവാസി അധ്വാനിച്ച് കൊണ്ടുവന്ന് രണ്ടുപേരേക്കും തിന്നാളെ വകുപ്പ് കൊടുക്കുന്നു. രാത്രി ഇശാ കഴിഞ്ഞ് നബിതങ്ങൾ കിടക്കാൻ പോകുമ്പോൾ ഉമർ ഖത്താബ് തിരിച്ചു പോരും. എന്നിട്ട് അയൽവാസി ഉമർ ഖത്താബിനോട് ഇരുന്നിട്ട് ഇന്ന് നബി എന്തൊക്കെയാണ് പഠിപ്പിച്ചത്, എന്തൊക്കെയാണ് പുതിയ വഹി വന്നത്, എന്തൊക്കെയാണ് സംഭവങ്ങൾ ഉണ്ടായത്, ഇന്ന് എന്തൊക്കെയാണ് നബിതങ്ങൾ പഠിപ്പിച്ചത്, എല്ലാം അയൽവാസിക്ക് പറഞ്ഞു കൊടുക്കും. പിറ്റേന്ന് ഉമർ ഖത്താബ് ജോലിക്ക് പോകുന്നു. രണ്ടാളെ വീട്ടുക്കുമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കണ്ടെത്താം. അന്ന് അയൽവാസി നബിയുടെ കൂടെ സദസ്സിലേക്ക് വരുന്നു. രാത്രി തിരിച്ചെത്തുമ്പോൾ ഈ അയൽവാസി എല്ലാം ഉമർ ഖത്താബിനെന്ന് വിവരിച്ചു കൊടുക്കുന്നു. ഇങ്ങനെ നതനാവബുൻ നുസൂല അലാ റസൂലില്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലിനടുത്തേക്ക് ചെല്ലുന്നതിനെ ഞങ്ങൾ ഊഴമിട്ട് സ്വീകരിക്കുമായിരുന്നുവെന്നാണ് ഉമർ ഖത്താബ് റളിയല്ലാഹു പറയുന്നത്. അപ്പം അങ്ങനെ അവർ മതം പഠിക്കാൻ ശ്രമിച്ചു. എന്നിട്ടും ചില ഹദീസുകൾ ചില സ്വഹാബിമാർക്കൊക്കെ നബിയിൽ നിൽക്കുന്നതിനെ കേൾക്കാൻ ചിലപ്പോൾ അവസരമില്ലാതെ പോയി. പിന്നീടാണ് അവർ പലപ്പോഴും അത് മനസ്സിലാക്കിയത്. പിന്നീട് നബിയുടെ കാലശേഷം മനസ്സിലാക്കിയിട്ടുണ്ട്, നബിയുടെ കാലത്ത് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. ചില സംഭവങ്ങളൊക്കെ പറയുമ്പോൾ ഉമർ ഖത്താബ് അടക്കുന്ന സംഭവം പറയുമ്പോൾ നബി അങ്ങനെ പറഞ്ഞു, ഞാൻ കേട്ടിട്ടില്ലല്ലോ. അപ്പോൾ വേറെയും കേട്ടോ, അപ്പോൾ കേട്ട സ്വഹാബികൾ ഞാൻ കേട്ടു എന്ന് പറയുമ്പോൾ ഉമർ ഖത്താബ് പറയും, എനിക്ക് എത്ര നന്മകൾ നഷ്ടപ്പെട്ടു എന്ന് പറയുമായിരുന്നതാണ്. അപ്പം അങ്ങനെ അവർ മതം പഠിക്കാൻ താല്പര്യം കാണിക്കുകയും നബിയോടൊപ്പം സഹവസിച്ചുകൊണ്ട് പരമാവധി വിജ്ഞാനങ്ങൾ അവർ നുകരുകയും ചെയ്യും.